കോട്ടയത്ത് നവവധുവിന് നേരെ ആഭിചാരക്രിയയും പീഡനവും നടന്നു. ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ കൂടിയെന്ന് പറഞ്ഞ ആഭിചാരക്രിയ നടത്തുകയായിരുന്നു. മദ്യം നൽകി ബലമായി ബീഡി വലിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു, ശരീരത്തിൽ പൊള്ളിച്ചു തുടങ്ങി വലിയ കൊടിയ ക്രൂരതയുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ഷിനോജ് എസ്റ്റിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, മനസ്സിലാക്കുന്നതനുസരിച്ച് കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്തു കാരണത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അനശ്വര സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏകദേശം 1.5 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ പെൺകുട്ടിയുടെ വീട് കോട്ടയം കോടിമതയിലാണ്. ഈ ഭർത്താവിന്റെ വീട് എന്ന് പറയുന്നത് കോട്ടയം മണർകാട് 4 മണിക്കാറ്റിന് സമീപത്താണ് ഈ ഭർത്താവിന്റെ വീട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇവർ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ഈ ഭർത്താവിന്റെ മാതാവാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ ചിലർ 2 പേർ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചുപോയ ആളുകളാണ്. ഇവരുടെ ആത്മാക്കൾ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദുരാത്മാക്കൾ ശരീരത്തിനുള്ളിൽ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനെ ഒഴിപ്പിക്കണം, അതിനു വേണ്ടിയാണ് ഈ അമ്മ തന്നെ ഇടപെട്ട് ഇത്തരത്തിൽ തിരുവല്ല മുത്തൂരിലുള്ള ഈ പൂജാരിയുടെ പേര് ശിവദാസ് എന്നാണ്, ശിവൻ തിരുമേനി എന്നാണ് നാട്ടിലൊക്കെ തന്നെ വിളിക്കുന്നത്. അയാളെ ഈ വീട്ടിലേക്ക്, കോട്ടയം മണർകാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതി രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ നീളുന്ന ആഭിചാരക്രിയയാണ് ആ വീട്ടിൽ അന്ന് അവിടെ അരങ്ങേറിയത്. ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ ഈ ആഭിചാരക്രിയ ഉൾപ്പെടെ അവിടെ നടത്തുകയാണ്. അത്തരത്തിൽ ആദ്യം ഈ പെൺകുട്ടിക്ക് മദ്യം നൽകുന്നു. മദ്യം നൽകിയ പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെടുത്തിയതിനു ശേഷം സിഗരറ്റ്, ബീഡി ഉൾപ്പെടെയുള്ളവ ഈ പെൺകുട്ടിയുടെ വായിലേക്ക് വെച്ച് നൽകുന്നു. അങ്ങനെ തുടർന്ന് അത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനം ആ പെൺകുട്ടിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ആ വീട്ടിൽ വെച്ച് ഏൽക്കേണ്ടതായി വരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി തന്നെ തന്റെ പിതാവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. തുടർന്ന് പിതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മകളുടെ മാനസിക നില തകരാറാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഈ പിതാവ് കഴിഞ്ഞ ദിവസം മണർകാട് പോലീസിൽ ഇത്തരത്തിലൊരു പരാതിയുമായി എത്തുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 പേർ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അഖിൽദാസ് എന്നാണ് പേര്. ഈ അഖിൽദാസിന്റെ പിതാവായിട്ടുള്ള ദാസ്, ഒപ്പം ഈ പൂജ നടത്തിയിട്ടുള്ള തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവദാസ്, ശിവൻ തിരുമേനി എന്നാണ് നാട്ടിലൊക്കെ തന്നെ വിളിക്കുന്നത്. ഈ 3 പേർ നിലവിൽ ഇപ്പോൾ മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പെൺകുട്ടിയുടെ ഈ ഭർത്താവിന്റെ മാതാവിനും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അടുത്ത് വളരെയധികം പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മായിയമ്മയായിട്ടുള്ള ആളും അതുപോലെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ 2-3 ആളുകൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും തന്നെ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഷിനോജ്, ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് അറിയാമോ? ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഈ പെൺകുട്ടിക്ക് വേണ്ട തരത്തിലുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ശ്രമം നടത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മറ്റ് കാര്യമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു മാനസികമായ നിലയിലുള്ള ഡിപ്രഷൻ പെൺകുട്ടിക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. പെൺകുട്ടി ഇപ്പോൾ സ്വന്തം വീട്ടിൽ, അതായത് കോടിമതയിലുള്ള സ്വന്തം വീട്ടിലാണ് ഉള്ളത്. കൂടുതൽ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് ആ കുട്ടി പോകുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ അറിയില്ല. എന്തായാലും നമ്മുടെയൊക്കെ ഒരു നാണം കെടുത്തുന്ന തരത്തിലുള്ള ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. മദ്യം നൽകുന്നു, മദ്യം നൽകി ഇത്തരത്തിൽ ബോധം കെടുത്തിയതിന് വലിയൊരു ക്രൂരതയുടെ വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. നവവധുവിനെ ആഭിചാരക്രിയയ്ക്ക് വിധേയയാക്കി എന്നുള്ളതാണ്. 10 മണിക്കൂർ നീണ്ടുനിന്ന 10 മണിക്കൂറാണ് ഈ പീഡനം അത്രയും ആ കുട്ടി അനുഭവിച്ചത്. ഒടുവിൽ പിതാവിനോട് പറയുന്നു. പിതാവ് സംയോജിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രം ഈ ആഭിചാരക്രിയയുടെ വാർത്ത പുറം ലോകത്ത് അറിഞ്ഞു എന്നുള്ളതാണ്. ഷിനോജ് എസ്റ്റിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.